ബെറിംഗ് കടലെടുക്ക് PSC പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, ഒരു ചോദ്യമാണ് ബെറിംഗ് കടലെടുക്ക്. ഹായ് ഓൾ, എല്ലാ പ്രിയപ്പെട്ട HSA സോഷ്യൽ സയൻസ് ഉദ്യോഗാർത്ഥികൾക്കും എൻട്രി ആപ്പിൻ്റെ പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. HSA സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികളെ വിഷമിപ്പിക്കുന്ന ഒരു കൺഫ്യൂഷനിലാക്കുന്ന ഒരു ഏരിയയാണ് സമുദ്രജല പ്രവാഹങ്ങൾ. പല സമയത്ത് നമ്മളിത് പഠിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം നമ്മളിതിൻ്റെ റിവിഷൻ നടത്തിയിട്ടുണ്ട്. എങ്കിലും ഇത് മറന്നു പോകുന്നു, പരീക്ഷയ്ക്ക് മുമ്പ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണേ എന്നുള്ള രീതിയിൽ നിങ്ങൾ പല കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സാം അടുത്ത് നിൽക്കുന്നു, അപ്പോൾ എക്സാമിന് മുമ്പായിട്ട് സമുദ്രജല പ്രവാഹങ്ങൾ ഒരു കോഡിലൂടെ ഒന്ന് പഠിക്കാനുള്ള ശ്രമം നടത്തുവാണ്. അങ്ങനെയെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ഇത് കയറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാം, പ്രധാനമായിട്ടും പസഫിക്, അറ്റ്ലാന്റിക്, അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രങ്ങളിലാണ് സമുദ്രജല പ്രവാഹങ്ങളുള്ളത്. വളരെ ലോജിക്കലായിട്ടുള്ള കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ് ഞാൻ ഈ പറഞ്ഞ 3 സമുദ്രങ്ങളിലെയും സമുദ്രജല പ്രവാഹങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുണ്ട്. ഞാനായിട്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു കോഡാണ്. നിങ്ങൾക്ക് വർക്കാവുന്നതാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ അവസാനം അപ്പോൾ പലരും ചോദിക്കും, സാറ് ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും തരംതിരിച്ചോർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്, അതിനെന്തെങ്കിലും കോഡുണ്ടോ? അതിന് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പഠിച്ചാൽ പോരെ? നമുക്ക് ശീതജല പ്രവാഹങ്ങളുടെ ഒരു കോഡ് പഠിക്കാം. ഓക്കെ, അതിനും ഈ വീഡിയോയുടെ അവസാനം നമ്മളൊരു കോഡ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് നോക്കിപ്പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, പസഫിക്കുമായി ബന്ധപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങൾ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാഹങ്ങൾ മാത്രമേ ഞാൻ കോഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരുമെന്ന് ഉറപ്പുള്ള, സ്ഥിരമായി PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചില പ്രവാഹങ്ങൾ, അതാണ് നമ്മൾ കോഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പസഫിക്കുമായി ബന്ധപ്പെട്ട കോഡ് ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ, കോഡിനകത്ത് എപ്പോഴും ഒരു ലോജിക്ക് ഉണ്ടാവണം, അതിനകത്തൊരു കണക്ടിവിറ്റി ഉണ്ടാവണം, എങ്കിൽ മാത്രമേ കോഡ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ കോഡുകളെല്ലാം ഓർത്തിരിക്കാൻ വേണ്ടി അവസാനം പിന്നീട് വേറെ കോഡ് ഉണ്ടാക്കേണ്ടി വരും. അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, പസഫിക് കാണാൻ ഓസിൽ പോകാൻ പറ്റില്ല, കുറെ കാശ് പെറുക്കേണ്ടി വരും. ഇന്ത്യക്കാരെ സംബന്ധിച്ച് പസഫിക് ഓഷ്യൻ അല്ലെങ്കിൽ പസഫിക്കിലെ ദ്വീപുകളൊക്കെ കുറച്ച് അകലെയാണ് അല്ലേ. അപ്പോൾ പസഫിക് കാണാൻ ഓസിൽ പോകാൻ പറ്റത്തില്ല, കുറച്ച് കാശ് പെറുക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മുടെ കോഡ്. ഈ കോഡ് വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രവാഹങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. പസഫിക്, ആദ്യത്തെ സമുദ്രം തന്നെ ഓർക്കാനായിട്ട് പസഫിക് കൊടുത്തിട്ടുണ്ട്. പസഫിക് സമുദ്രത്തെയാണ് അത് ഉദ്ദേശിക്കുന്നത്. കാണാൻ എന്നുള്ളതിനകത്തെ കാ എടുത്താൽ മതി. കാലിഫോർണിയ പ്രവാഹമാണ് പസഫിക്കിലെ പ്രധാനപ്പെട്ട ഒരു ശീതജല പ്രവാഹമാണ്. കാലിഫോർണിയ പ്രവാഹം ശീതജല പ്രവാഹമാണ് കേട്ടോ. ഇനി ഓസിൽ, ഇതിനകത്ത് O എടുക്കാം നമുക്ക്. ഓസിൽ അതിനകത്ത് O എടുക്കാം. ഒയാഷിയോ പ്രവാഹം രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ. ഒയാഷിയോ പ്രവാഹം ഒരു ശീതജല പ്രവാഹമാണ്. ഒയാഷിയോ പ്രവാഹം എന്ന് പറയുന്നത് ഒരു ശീതജല പ്രവാഹമാണ്. അതുപോലെ തന്നെ ഈസ്റ്റ് ഓസ്ട്രേലിയൻ പ്രവാഹം, 2 പ്രധാനപ്പെട്ട പ്രവാഹങ്ങൾ ഞാൻ പറഞ്ഞു. O കൂട്ടി വരുന്നത് ഒന്ന് ഒയാഷിയോ പ്രവാഹം, ഒന്ന് ഒയാഷിയോ പ്രവാഹം, 2 ഈസ്റ്റ് ഓസ്ട്രേലിയൻ പ്രവാഹം, കിഴക്കൻ ഓസ്ട്രേലിയൻ പ്രവാഹം എന്നാണ് അതിൻ്റെ മലയാളം കൃത്യമായിട്ടുള്ള പദം. ഇതൊരു ശീതജല പ്രവാഹമാണെങ്കിൽ, ഒയാഷിയോ ഒരു ശീതജല പ്രവാഹമാണെങ്കിൽ, ഈസ്റ്റ് ഓസ്ട്രേലിയൻ പ്രവാഹം ഒരു ഉഷ്ണജല പ്രവാഹമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പം 3 പ്രവാഹങ്ങൾ പറഞ്ഞു. അതിനകത്ത് കാലിഫോർണിയ ശീതജല പ്രവാഹമാണ്, ഒയാഷിയോ ശീതജല പ്രവാഹമാണ്, പസഫിക്കിൽ തന്നെ വരുന്നതാണ്. പിന്നെ ഓസ്ട്രേലിയൻ, കിഴക്കൻ ഓസ്ട്രേലിയൻ, ഈസ്റ്റ് ഓസ്ട്രേലിയൻ ഉഷ്ണജല പ്രവാഹമാണ്. അടുത്ത ഈ കുറെ കാശ് പെറുക്കേണ്ടി വരുമെന്നുണ്ടല്ലോ, ലാസ്റ്റ് ലൈൻ, അതിനകത്ത് കുറെ എടുക്കാം നമുക്ക്. കുറെയാണ് കുറോഷിയോ പ്രവാഹം. പസഫിക്കിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഉഷ്ണജല പ്രവാഹമാണ് കുറോഷിയോ പ്രവാഹം. ക്ലിയർ? പ്രവാഹങ്ങളൊക്കെ കൃത്യമായിട്ട് പേരുകൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തത് കാലിഫോർണിയ പ്രവാഹം ശീതജല പ്രവാഹമാണ്. ഒയാഷിയോ പ്രവാഹം ശീതജല പ്രവാഹമാണ്. ഈസ്റ്റ് ഓസ്ട്രേലിയൻ പ്രവാഹം അല്ലെങ്കിൽ കിഴക്കൻ ഓസ്ട്രേലിയൻ പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. കുറോഷിയോ പ്രവാഹം അത് ഉഷ്ണജല പ്രവാഹമാണ്. അവസാനമായിട്ട് കുറെ കാശ് പെറുക്കേണ്ടി വരുമെന്നില്ലേ, അതിനകത്ത് പെറു എടുക്കുക. പെറു എന്ന് പറയുന്നത് പെറൂവിയൻ പ്രവാഹമാണ് അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹമാണ്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ശീതജല പ്രവാഹമാണ്. എൽനിനോ എന്ന പ്രതിഭാസം ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൽനിനോ പ്രവാഹം ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏത് പ്രവാഹവുമായിട്ടാണ് എന്ന് ചോദിച്ചാൽ അത് പെറു പ്രവാഹമാണ്. ക്ലിയർ അല്ലേ? ഇനി സമുദ്രജല പ്രവാഹങ്ങൾ പഠിക്കുമ്പോൾ എല്ലാവരും മിസ്സാക്കുന്ന ഒരു സംഗതിയാണ് കോണ്ടിനെൻസ്. സമുദ്രജല പ്രവാഹങ്ങൾ കടന്നു പോകുന്നതിനടുത്തുള്ള കോണ്ടിനെൻസ് PSC പരീക്ഷകളിൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ കോണ്ടിനെൻസ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. പ്രവാഹങ്ങൾ ഒരു മാപ്പിനകത്ത് കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ കോഡ് പറഞ്ഞല്ലോ, ഇനി പറഞ്ഞ പ്രവാഹങ്ങളൊക്കെ എവിടെ വരുന്നു, ഏത് ഭൂഖണ്ഡത്തിനടുത്തായിട്ടാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റി ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, പസഫിക് എടുത്തു. പസഫിക് സമുദ്രമാണ് നിങ്ങൾ ഈ കാണുന്നത് അല്ലേ. പസഫിക് സമുദ്രമാണ് ഈ കാണുന്നത്.
ഏകദേശം ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം എന്ന് പറഞ്ഞുകൊണ്ട് PSC പരീക്ഷകൾ ചോദിക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ സമുദ്രമാണ് പസഫിക് സമുദ്രം. ശരാശരി ആഴത്തിന്റെ അടിസ്ഥാനം എടുത്തു നോക്കിയാലും ഏറ്റവും ആഴം കൂടിയ പോയിന്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും എല്ലാം ഏത് തന്നെയാണ്? പസഫിക്കാണ്. ശരാശരി ആഴം നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ആഴമുള്ള സമുദ്രം പസഫിക്കാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ഭാഗം മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതും എവിടെയാണ്? പസഫിക്കിലാണ്. അപ്പോൾ കുറെ വിശേഷണങ്ങൾ ഒത്തുചേർന്ന് വരുന്ന ഒരു സമുദ്രമാണ് പസഫിക് സമുദ്രം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വത നിര റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ക്ലിയർ? അപ്പൊ അങ്ങനെ കുറെ വിശേഷണങ്ങൾ എവിടെയുണ്ട്? പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പസഫിക് സമുദ്രത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള കോണ്ടിനൻസ് ഭൂഖണ്ഡങ്ങൾ നമുക്കൊന്ന് നോക്കാം. പടിഞ്ഞാറ് വശത്തായിട്ട് ഇവിടെ ഏഷ്യ കേട്ടോ. പടിഞ്ഞാറ് വശത്തായിട്ട് വരുന്നത് പ്രധാനമായിട്ടും ഏത് ഭൂഖണ്ഡമാണ്? ഏഷ്യൻ ഭൂഖണ്ഡമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റഷ്യയുണ്ട്, ജപ്പാനുണ്ട്, ആ ഒരു പ്രദേശങ്ങൾ, കൊറിയ, ആ ഒരു പ്രദേശങ്ങളൊക്കെയാണ് വരുന്നത് ഏഷ്യ. ഇവിടെ നോക്കിക്കേ, ഇത് വടക്കേ അമേരിക്ക. ഞാൻ നോർത്ത് അമേരിക്ക എന്ന് എഴുതുന്നു, വടക്കേ അമേരിക്ക എന്നിടുവാണ് നോർത്ത് അമേരിക്ക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓസ്ട്രേലിയ ഉണ്ട്. ഈ ഭാഗത്ത് ഓസ്ട്രേലിയൻ വൻകര. അവിടെ നോക്കിക്കേ തെക്കേ അമേരിക്ക, ഞാൻ സൗത്ത് അമേരിക്ക എന്നിടുന്നു, സൗത്ത് അമേരിക്ക കേട്ടോ, സൗത്ത് അമേരിക്ക എന്നിടുന്നു. ക്ലിയർ? 4 പ്രധാനപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഈ പസഫിക്കിന്റെ ചുറ്റുമായിട്ട് വരുന്ന 4 ഭൂഖണ്ഡങ്ങൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പസഫിക് സമുദ്രത്തിന്റെ കിഴക്ക് എന്ന് ചോദിച്ചാൽ ഈ 2 ഭൂഖണ്ഡങ്ങൾ ഓർക്കണം, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് എന്ന് ചോദിച്ചാൽ ഏഷ്യ, ഓസ്ട്രേലിയ എന്നിങ്ങനെ മനസ്സിൽ വരണം. ക്ലിയർ? ഇനി നമുക്ക് ആ സമുദ്രജല പ്രവാഹങ്ങളൊക്കെ ഒന്ന് പറയാം. ആദ്യമായി ഭൂമധ്യരേഖയ്ക്കടുത്ത് എപ്പോഴും 3 പ്രവാഹങ്ങളുണ്ട്. അത് ഏത് സമുദ്രം എടുത്താലും 3 പ്രവാഹങ്ങളുണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കോമൺ ആണ്. ഏതൊക്കെയാണ്? ഒന്ന് നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട്, ഉത്തരാർദ്ധഗോളത്തിൽ ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള പ്രവാഹം അല്ലെ, മധ്യരേഖ പ്രവാഹം, ഉത്തര മധ്യരേഖ പ്രവാഹം എന്ന് പറയും. തൊട്ട് താഴെ സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട്, ദക്ഷിണ മധ്യരേഖ പ്രവാഹം. രണ്ടെണ്ണവും എങ്ങോട്ടാണ്? കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദിശയിലേക്ക്. ഇവിടെ നിന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദിശയിലേക്ക്. ഈ 2 പ്രവാഹങ്ങളുടെ മധ്യത്തിലൂടെ അങ്ങോട്ട് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് മറ്റൊരു പ്രവാഹം പോകാറുണ്ട്, കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട്, മധ്യരേഖ പ്രതിപ്രവാഹം എന്നതിനെ വിളിക്കുന്നു. ഇത് വിളിക്കുന്നു മധ്യരേഖ പ്രതിപ്രവാഹം. ക്ലിയർ? ഇത് 3ഉം എല്ലാ സമുദ്രങ്ങളിലും ഇങ്ങനെ തന്നെ കോമൺ ആയിട്ട് പഠിക്കേണ്ടതാണ്. പസഫിക്കിൽ മാത്രമായിട്ടുള്ളതല്ല, അറ്റ്ലാന്റിക്കിൽ മാത്രമായിട്ടുള്ളതല്ല, ഇന്ത്യൻ ഓഷനിലും ഈ പറഞ്ഞ 3 പ്രവാഹങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് പരീക്ഷകളിൽ വരുന്നത് വളരെ വിരളമായിട്ടാണ്, ചോദിക്കാൻ തന്നെ സാധ്യതയില്ല. ഇനി നോക്കിക്കോ, ഈ നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് കോറിയോലിസ് പ്രഭാവം മൂലം സമുദ്രജലത്തിലെ ലവണത്വത്തിന്റെ താപനിലയുടെ സാന്ദ്രതയുടെ ഒക്കെ വ്യത്യാസം മൂലം എന്ത് സംഭവിക്കുന്നു? ഇത് വലത്തോട്ട് തിരിയുന്നു കേട്ടോ, വലത്തോട്ട് ചെരിയുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ കോറിയോലിസ് പ്രഭാവം കാറ്റുകളെ, സമുദ്രജല പ്രവാഹങ്ങളെ എല്ലാം വലതുവശത്തേക്ക് ഡിഫ്ലേറ്റ് ചെയ്യുന്ന ബലമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഭ്രമണം കാരണമാണ് കോറിയോലിസ് ബലം എന്നറിയപ്പെടുന്ന ഒരു ബലം ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഇത് വലത്തോട്ട് തിരിഞ്ഞപ്പോൾ എന്തായി മാറി? കുറോഷ്യ പ്രവാഹം എന്നതിന്റെ പേര് വന്നു. ഈ കുറോഷ്യ പ്രവാഹം കടന്നു വരുന്ന നോക്കിക്കേ, ഈ ജപ്പാൻ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാം ജപ്പാൻ എന്നറിയപ്പെടുന്ന ദ്വീപരാഷ്ട്രത്തിന്റെ അടുത്തുകൂടിയാണ് കുറോഷ്യ പ്രവാഹം കടന്നു പോകുന്നത്. കറുത്ത പ്രവാഹം, ബ്ലാക്ക് സ്ട്രീം എന്നറിയപ്പെടുന്നത് കുറോഷ്യ പ്രവാഹമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ കുറോഷ്യ പ്രവാഹം നമ്മൾ ഓൾറെഡി നമ്മുടെ കോഡിനകത്ത് നമ്മൾ കണ്ടതാണ്. കുറോഷ്യ പ്രവാഹം ഒരു ഉഷ്ണജല പ്രവാഹമാണ്. കാരണം ഭൂമധ്യരേഖയിൽ നിന്ന് വരുന്ന പ്രവാഹമാണ് കുറോഷ്യ പ്രവാഹമായിട്ട് മാറുന്നത്. കണ്ടില്ലേ? ഇനി മുകളിലെത്തി കഴിഞ്ഞപ്പോൾ ഇതിന്റെ പേരെന്തായി? നോർത്ത് പസഫിക് പ്രവാഹം. കേട്ടോ, ഉത്തര പസഫിക് പ്രവാഹമായി മാറുന്നു. ഈ കുറോഷ്യ പ്രവാഹം എന്തായി മാറുന്നു? ഉത്തര പസഫിക് പ്രവാഹമായി മാറുന്നു. ക്ലിയർ അല്ലേ? ഇവിടം വരെ ഈ ഉത്തര പസഫിക് പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. ഈ ഉത്തര പസഫിക് പ്രവാഹത്തിന്റെ ഒരു ബ്രാഞ്ച് അലാസ്ക, ഇതാണ് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആണ് അലാസ്ക. അലാസ്കയുടെ ഭാഗത്തേക്ക് ഇതിന്റെ ഒരു ഭാഗം, ഒരു ബ്രാഞ്ച് പോകുന്നു. ഇതിന്റെ പേരാണ് അലാസ്കൻ പ്രവാഹം അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളംബിയ പ്രവാഹം. അലാസ്കൻ പ്രവാഹം അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളംബിയ പ്രവാഹം എന്നതിനെ വിളിക്കുന്നു. അലാസ്കൻ പ്രവാഹം അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളംബിയ പ്രവാഹം എന്നൊക്കെ ഇതിനെ വിളിക്കുന്നു. ക്ലിയർ? ഇത്രയും നമ്മൾ പറഞ്ഞത് എന്താണ്? ഇവിടുത്തെ ഉഷ്ണജല പ്രവാഹങ്ങളാണ്. ഇനി ഇവിടെ നിന്ന് തിരിച്ചു വരുന്നത് ശീതജല പ്രവാഹമായിട്ടാണ്. ഈ വരുന്നത് ഇനി ശീതജല പ്രവാഹമാണ്. ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്യാം ശീതജല പ്രവാഹം. മറ്റേത് ഒരു വയലറ്റ് പർപ്പിൾ കളർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഉഷ്ണജലമല്ല. ഇത് ശീതജല പ്രവാഹമാണ് കേട്ടോ. ഈ വരുന്നത് കാലിഫോർണിയ പ്രവാഹം. കാലിഫോർണിയ പ്രവാഹം കടന്നു വരുന്ന രാജ്യം നിങ്ങൾക്ക് നോക്കിക്കുക, USA, അമേരിക്ക കേട്ടോ. അമേരിക്കയുടെ പടിഞ്ഞാറ് വശത്തോടെയാണ് കാലിഫോർണിയ എന്ന ശീതജല പ്രവാഹം കടന്നു വരുന്നത്. കാലിഫോർണിയ എന്ന ശീതജല പ്രവാഹം കടന്നു വരുന്നത്. ശീതജല പ്രവാഹങ്ങൾ കടന്നു വരുന്ന പ്രദേശങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി, അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള തീരദേശങ്ങൾ നോക്കിയാൽ മതി, അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള കരഭാഗങ്ങൾ നോക്കിയാൽ മതി. അവിടെ മഴ കുറവായിരിക്കും. ശീതജല പ്രവാഹങ്ങൾ കടന്നു വരുന്ന ഭാഗങ്ങളിൽ മഴ കുറവായിരിക്കും. ഭൂരിഭാഗവും അവിടെ മരുഭൂമികൾ കാണപ്പെടുന്നു. കാലിഫോർണിയൻ മരുഭൂമി, മെക്സിക്കോയിലെ സൊണോറൻ മരുഭൂമി, ഇതൊക്കെ ഈ കാലിഫോർണിയ പ്രവാഹം കടന്നു വരുന്നതിനടുത്തായിട്ട് കാണപ്പെടുന്ന പ്രധാന മഴ ലഭിക്കാത്ത പ്രദേശങ്ങളാണ്, മരുഭൂമികളാണ്. ക്ലിയർ അല്ലേ? ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇവിടെ അലാസ്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലായിട്ട് ഒരു ചെറിയ ഭാഗമുണ്ട് കണ്ടോ. ഇതൊരു കടലിടുക്കാണ്. ഇതിനെ വിളിക്കുന്നത് ബെറിംഗ് കടലിടുക്ക് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ബെറിംഗ് കടലിടുക്ക് കണ്ടോ, ബെറിംഗ് കടലിടുക്ക്.
ബെറിംഗ് കടലിടുക്ക് PSC പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, ഒരു ചോദ്യമാണ് ബെറിംഗ് കടലിടുക്ക്. അലാസ്കയ്ക്കും റഷ്യയ്ക്കും അല്ലെങ്കിൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലായി കാണപ്പെടുന്നു, അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയ്ക്കും ഏഷ്യയ്ക്കും ഇടയിലായി, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. നോർത്ത് അമേരിക്ക ഭൂഖണ്ഡങ്ങൾ വെച്ച് ചോദിക്കാം. നോർത്ത് അമേരിക്കയ്ക്കും ഏഷ്യയ്ക്കും ഇടയിലായിട്ട് വരുന്ന കടലെടുക്ക്, അലാസ്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലായിട്ട് വരുന്ന കടലെടുക്ക്. അമേരിക്ക, അലാസ്ക റഷ്യ അമേരിക്കയുടെ ഭാഗമായതുകൊണ്ട് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലായി വരുന്ന കടലെടുക്ക് ബെറിംഗ് കടലെടുക്ക്. 180 ഡിഗ്രി രേഖാംശം, 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്നത് ഈ കടലിടുക്കിലൂടെയാണ്. അപ്പൊ അതിന് മുകളിലായിട്ട് ആർട്ടിക് സമുദ്രമുണ്ട്. അവിടുന്ന് വരുന്ന ഒരു ശീതജല പ്രവാഹമാണ് ഒയാഷിയോ. അവിടുന്ന് വരുന്ന ശീതജല പ്രവാഹമാണ് ഏത്? ഒയാഷിയോ. ക്ലിയർ? അപ്പോ ഉത്തരാർദ്ധ ഗോളം കംപ്ലീറ്റ് ആയി. ഇനി ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദക്ഷിണ മധ്യരേഖ പ്രവാഹം എന്തായി മാറുന്നു? കിഴക്കൻ ഓസ്ട്രേലിയൻ പ്രവാഹം എന്ന ഉഷ്ണജല പ്രവാഹമായിട്ട് മാറുന്നു. കിഴക്കൻ ഓസ്ട്രേലിയൻ എന്നറിയപ്പെടുന്ന ഉഷ്ണജല പ്രവാഹമായി മാറുന്നു, ഈസ്റ്റ് ഓസ്ട്രേലിയൻ പ്രവാഹം. അത് പിന്നീട് സൗത്ത് പസഫിക് കറണ്ട് എന്ന പേരിൽ മറ്റൊരു ഉഷ്ണജല പ്രവാഹമായി മാറുന്നു. ഇനി തിരിച്ചു വരാൻ പോകുന്നത് ശീതജല പ്രവാഹമായിട്ടാണ്. ഏതാണ് ആ ശീതജല പ്രവാഹം? അതാണ് പെറൂവിയൻ പ്രവാഹം. ഇതുണ്ടോ, ഇതാണ് പെറൂവിയൻ പ്രവാഹം. പെറൂവിയൻ പ്രവാഹം കടന്നു വരുന്ന ഭാഗം നിങ്ങൾ നോക്കിക്കേ, സൗത്ത് അമേരിക്കയാണ് അല്ലെ? സൗത്ത് അമേരിക്കയുടെ ഈ ഒരു ഭാഗം, ചിലി, പെറു തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ് വരുന്നത്. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റക്കാമ മരുഭൂമി ഉള്ളത്. ഈ പെറു കടലിനോട് ചേർന്നിട്ടാണ് അറ്റക്കാമ മരുഭൂമി കാണപ്പെടുന്നത്. അറ്റക്കാമ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി എന്ന് അറ്റക്കാമ മരുഭൂമി അറിയപ്പെടുന്നു. അപ്പം പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ എവിടെയാണ്? ഈ പറഞ്ഞ പസഫിക് സമുദ്രത്തിൽ ഓർക്കേണ്ട പ്രവാഹങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ സൗത്ത് പസഫിക് കടലിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് എന്ന് കാണാം. പശ്ചിമവാത പ്രവാഹം എന്നറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവാഹം കാണാം. അല്ലെങ്കിൽ അന്റാർട്ടിക്ക സർക്കം പോളാർ പ്രവാഹം എന്നൊക്കെ വിളിക്കാറുണ്ട് ഈ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റിനെ. അന്റാർട്ടിക്ക സർക്കം പോളാർ പ്രവാഹം, അതായത് അന്റാർട്ടിക്ക എന്നറിയപ്പെടുന്ന സതേൺ സമുദ്രത്തിന് ചുറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടുപോകുന്ന ഒരു സമുദ്രജല പ്രവാഹമാണിത്. ഓക്കെ, അത്യാവശ്യം വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സമുദ്രജല പ്രവാഹമായിട്ട് അതിനെ കരുതുന്നു. അന്റാർട്ടിക് സർക്കം പോളാർ പ്രവാഹം എന്നറിയപ്പെടുന്നത്. ക്ലിയർ? അപ്പോൾ അത് ഒരു ശീതജല പ്രവാഹമാണ്, അതും ഒരു ശീതജല പ്രവാഹമാണ്. ക്ലിയർ? അപ്പോൾ പസഫിക്കുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടതെല്ലാം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് ഇവിടെ ബോക്സ് തിരിച്ചിട്ടുണ്ട്. ഉഷ്ണജല പ്രവാഹങ്ങൾ കുറോഷിയോ, ഈസ്റ്റ് ഓസ്ട്രേലിയൻ, അലാസ്കൻ, പ്രധാനപ്പെട്ട 3 മാത്രമേ പറയുന്നുള്ളൂ പ്രധാനപ്പെട്ടത്. പിന്നെ അതല്ലാതെ ഉത്തര മധ്യരേഖ, ദക്ഷിണ മധ്യരേഖ, ഉത്തര പസഫിക്, ദക്ഷിണ പസഫിക്, ഇത്രയും കൂടെ വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഉഷ്ണജല പ്രവാഹങ്ങളുടെ കൂടെ. ഉത്തര മധ്യരേഖ പ്രവാഹം, ദക്ഷിണ മധ്യരേഖ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം, ദക്ഷിണ പസഫിക് പ്രവാഹം, പിന്നെ മധ്യരേഖ പ്രതിപ്രവാഹം. ഇത്രയും കാര്യങ്ങൾ കൂടി ഉഷ്ണജലത്തിനകത്ത് വരും. ശീതജലത്തിനകത്ത് പ്രധാനമായിട്ട് ഒയാഷിയോ, കാലിഫോർണിയ, പെറു പ്രവാഹം അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹം, ഒഖോസ്ക് എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രവാഹം കൂടിയുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പരീക്ഷകളിൽ ചോദിച്ച് കണ്ടിട്ടില്ല. ഒഖോസ്ക്. ക്ലിയർ? ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പോകുന്നു. അറ്റ്ലാന്റിക് സമുദ്രം ഇതേപോലെ ഒരു കോഡ് വെച്ച് ആദ്യം പറഞ്ഞിട്ട് പ്രവാഹങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം. ഇതേ നോക്കിയേ, ദാസനും വിജയനും അറ്റ്ലാന്റിക് കാണാൻ ഗൾഫ് വഴി കാനഡ വരെ പോയതാ. ചെന്നുപെട്ടത് ബ്രസീലിൽ. പോയത് എങ്ങോട്ടേക്കാണ്? അറ്റ്ലാന്റിക് കാണാനാണ്. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രം കാണാനാണ് പോയത്. ഗൾഫിൽ ആദ്യം പോയത്. ദാസനും വിജയനും ഗൾഫിൽ പോയ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഗൾഫ് വഴി കാനഡ വരെ അവർ പോയത്. പക്ഷേ ചെന്നുപെട്ടത് എവിടെയാണ്? ഒട്ടും പ്രതീക്ഷിക്കാതെ ബ്രസീലിലാണ്. കാനഡ നോർത്ത് അമേരിക്കയിലും ബ്രസീൽ സൗത്ത് അമേരിക്കയിലുമാണ്. അവിടുന്ന് ലാഭത്തിൽ കുറച്ച് ബനിയൻ വാങ്ങി നാട്ടിലോട്ട് പോകുന്നു. ഏതായാലും പോയതല്ലേ, കുറച്ച് ബനിയനും വാങ്ങി നാട്ടിലോട്ട് പോകുന്നു. ഇതാണ് കോഡ്. ഇത് വെച്ചുകൊണ്ട് നമുക്കിതൊന്ന് ആ കോഡൊക്കെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സമുദ്രജല പ്രവാഹങ്ങൾ കിട്ടി. സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ഒന്നാമത് പോയത് എങ്ങോട്ടാ? അറ്റ്ലാന്റിക് കാണാൻ. അതാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഗൾഫ് വഴിയാണ് പോയത്. ഗൾഫ് പ്രവാഹം, ഗൾഫ് സ്ട്രീം അല്ലേ? ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങളിൽ ഒന്നാണ് ഗൾഫ് സ്ട്രീം. ഏറ്റവും കൂടുതൽ തവണ PSC പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു സമുദ്രജല പ്രവാഹമാണ് ഗൾഫ് സ്ട്രീം. കാനഡ, കാനറി പ്രവാഹം എന്നോർത്തോണം. കാനഡ എന്നുള്ളത് കാനറി പ്രവാഹം എന്നോർത്തോണം. കാനഡ ചെന്നുപെട്ടത് ബ്രസീലിൽ. ബ്രസീലിയൻ പ്രവാഹമാണ് അത് അർത്ഥമാക്കുന്നത്. അവിടുന്ന് ലാഭത്തിൽ കുറച്ച് ബനിയൻ. ലാഭത്തിൽ എന്നുള്ളത് ലാബ്രഡോർ പ്രവാഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെനിയൻ എന്നുള്ളത് ബെൻഗുവേല പ്രവാഹം. ക്ലിയർ? കിട്ടിയില്ലേ? അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രം, ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹം. ഇനി കാനറി പ്രവാഹം ശീതജല പ്രവാഹമാണ്. പിന്നെ ബ്രസീലിയൻ പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. ഇനി ലാഭത്തിൽ ലാബ്രഡോർ ശീതജലമാണ്. ബെൻഗുവേല ബെൻഗുവേല പ്രവാഹവും ശീതജല പ്രവാഹമാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം ഈ പ്രവാഹങ്ങളൊക്കെ എവിടെയാണ്, സമുദ്രത്തിൽ എവിടെ കാണപ്പെടുന്നു നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഓരോ സമുദ്രവും എടുക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള ഭൂഖണ്ഡങ്ങൾ ഓർക്കണം. ഇതാണ് അറ്റ്ലാന്റിക് സമുദ്രം. എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഇരുവശവുമുള്ള ഭൂഖണ്ഡങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഈ പടിഞ്ഞാറ് വശത്ത് വരുന്നത് ഒന്ന് യൂറോപ്പ്,
ഇത് യൂറോപ്പ്, സോറി ഇത് യൂറോപ്പ് അല്ല, സോറി ഇത് നോർത്ത് അമേരിക്ക, ഇത് യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഇത് യൂറോപ്പ്, ഇത് സൗത്ത് അമേരിക്ക, ഇത് ആഫ്രിക്ക. അപ്പോ നോർത്ത് അമേരിക്ക, യൂറോപ്പ്, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക. നോർത്ത് അമേരിക്ക ആ ഭാഗത്ത്, യൂറോപ്പ് ഇവിടെ, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക. ഈ 4 ഭൂഖണ്ഡങ്ങൾക്കിടയിലായിട്ടാണ് അറ്റ്ലാന്റിക് സമുദ്രം വരുന്നത്. നോക്കാം, എല്ലാ സമുദ്രങ്ങളിലും ഉള്ളതുപോലെ തന്നെ നോർത്ത് ഇക്വറ്റോറിയൽ, ഉത്തര മധ്യരേഖ, ദക്ഷിണ മധ്യരേഖ, മധ്യരേഖ പ്രതിപ്രവാഹം ഇവിടെയുണ്ട്, കോമൺ ആണ്. ഇനി ഉത്തര മധ്യരേഖ പ്രവാഹം വലത്തോട്ട് തിരിഞ്ഞ് ഗൾഫ് സ്ട്രീമായി മാറുന്നു. കേട്ടോ, ഗൾഫ് സ്ട്രീം നോർത്ത് അമേരിക്കയിലെ കാനഡ പോലെയുള്ള രാജ്യങ്ങളുടെ തീരത്തൂടെയാണ് ഗൾഫ് സ്ട്രീം കടന്നു പോകുന്നത്. കണ്ടോ, ഗൾഫ് സ്ട്രീം. അത് നേരെ നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന പേരിലേക്ക് വീണ്ടും മാറുന്നു, അല്ലെങ്കിൽ മുമ്പോട്ട് നീങ്ങുന്നു. നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ്, ഉത്തര അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന പേരിൽ അത് മുമ്പോട്ട് നീങ്ങുന്നു. അവിടെ നിന്ന് അത് സ്പ്ലിറ്റ് ചെയ്ത് നോർവീജിയൻ പ്രവാഹം എന്ന പേരിൽ യൂറോപ്പിന്റെ വടക്ക് ഭാഗത്തേക്ക് പോകുന്നു. യൂറോപ്പിനെ അതിശൈത്യത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ഈ നോർവീജിയൻ എന്നറിയപ്പെടുന്ന ഉഷ്ണജല പ്രവാഹമാണ്. ഗൾഫ് സ്ട്രീമിന്റെ ബാക്കി പത്രമാണ് നോർവീജിയൻ പ്രവാഹം, അല്ലെങ്കിൽ ഗൾഫ് സ്ട്രീമിന്റെ തുടർച്ചയാണ് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ്. നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റിന്റെ തുടർച്ചയാണ് നോർവീജിയൻ പ്രവാഹം. കേട്ടോ, നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റിന്റെ തുടർച്ചയാണ് നോർവീജിയൻ പ്രവാഹം. അവിടുന്ന് മറ്റൊരു ബ്രാഞ്ച് പിരിഞ്ഞു വരുന്നുണ്ട്. ഇനി താഴോട്ട്, ഇത് ഇവിടെ വെച്ച് തണുത്ത പ്രവാഹമായിട്ടാണ് തിരിച്ചു വരുന്നത്. കാരണം നോർത്തിൽ നിന്ന് ഇനി താഴോട്ട് വരുന്നത് ശീതജലമായിട്ടായിരിക്കും വരുന്നത്, അല്ലേ? ശീതജലമായിട്ടായിരിക്കും ഇനി താഴോട്ട് വരുന്നത്. യെസ്, ശീതജല പ്രവാഹം, ഇവിടുത്തെ പ്രധാനപ്പെട്ട ശീതജല പ്രവാഹമാണ് കാനറി പ്രവാഹം. ഈ കാനറി പ്രവാഹം കടന്നു വരുന്ന പ്രദേശം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കേ, ആഫ്രിക്കയുടെ വടക്ക് ഭാഗം മരുഭൂമിയാണ്, സഹാറ മരുഭൂമി. ഏതാണിത്? സഹാറ മരുഭൂമി. കണ്ടോ, സഹാറ മരുഭൂമിയുടെ മരുവൽക്കരണത്തിന് കാരണം കാനറി എന്ന ഈ ശീതജല പ്രവാഹമാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ശീതജല പ്രവാഹമുണ്ട്. ഇവിടെ ഗ്രീൻലൻഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലൻഡ്, അല്ലേ? ഗ്രീൻലൻഡിനും അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയിലെ കുറെ ദ്വീപ സമൂഹങ്ങൾക്കും ഇടയിൽ നിന്ന് കടന്നു വരുന്നത് ഈ ഒരു പ്രവാഹം, ഇതാണ് ലാബ്രഡോർ പ്രവാഹം, ഒരു ശീതജല പ്രവാഹമാണ്. അത് വന്ന് കൂടിച്ചേരുന്ന എവിടാന്ന് നോക്കിക്കേ, ഗൾഫ് സ്ട്രീമുമായിട്ടാണ് കൂടിച്ചേരുന്നത്. ലാബ്രഡോറും ഗൾഫ് സ്ട്രീമും കൂടിച്ചേരുന്ന ഈ മേഖല ന്യൂ ഫൗണ്ട്ലാൻഡ് എന്ന് പറയുന്ന കാനഡയിലെ ഒരു ദ്വീപിനടുത്താണ്. ന്യൂ ഫൗണ്ട്ലാൻഡ് എന്നൊരു ദ്വീപിനോട് ചേർന്നിട്ടാണ് ഇത് കൂടിച്ചേരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമാണിത്. ഗ്രാൻഡ് ബാങ്ക് എന്ന് ഇതറിയപ്പെടുന്നു. ഗൾഫ് സ്ട്രീമും ഈ ലാബ്രഡോർ പ്രവാഹം കൂടിച്ചേരുന്ന ഈ പ്രദേശം ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രം എന്നറിയപ്പെടുന്നു. ഗ്രാൻഡ് ബാങ്ക് എന്നറിയപ്പെടുന്നു. ക്ലിയർ? ഇനി ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഏതാണ്? ബ്രസീലിയൻ പ്രവാഹം, പ്രധാനപ്പെട്ട ഉഷ്ണജല പ്രവാഹമാണ് ബ്രസീലിയൻ പ്രവാഹം, അല്ലേ? സൗത്ത് അമേരിക്കയ്ക്ക് അടുത്തൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ബ്രസീൽ എന്ന രാജ്യത്തിന് അടുത്തൂടെ കടന്നു പോകുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്. അത് പിന്നീട് സൗത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്ന പേരിലേക്ക് മാറ്റപ്പെടുന്നു. ഈ സൗത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് പിന്നീട് തണുത്ത ശീതജലമായിട്ട് കടന്നു വരുന്നു. ബെൻഗ്വേല, കണ്ടോ, ബെൻഗ്വേല പ്രവാഹം കടന്നു വരുന്ന നോക്കി, ആഫ്രിക്കയുടെ ഈ തെക്ക് വശത്തോടെയാണ്. ഇവിടെയാണ് കലഹാരി മരുഭൂമിയൊക്കെ ഉള്ളത്. ബെൻഗ്വേല പ്രവാഹം കാരണമാണ് കലഹാരി പോലെയുള്ള മരുഭൂമികൾ രൂപപ്പെട്ടിട്ടുള്ളത്. ബെൻഗ്വേല പ്രവാഹം കാരണമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങൾ അറ്റ്ലാന്റിക്കിലെ നമ്മൾ പഠിച്ചു. ഇത് ഓർത്ത് വെക്കാനായിട്ടുള്ള കോഡും ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നോക്കി, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട? നോർത്ത് അമേരിക്ക, യൂറോപ്പ്, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, അല്ലേ? ഇതിനകത്ത് കാനറി, ബെൻഗ്വേല തുടങ്ങിയവരെ ശീതജല പ്രവാഹങ്ങളാണ്. പിന്നെ ഇവിടെ ഗൾഫ് സ്ട്രീമിലേക്ക് വന്ന് കൂടിച്ചേരുന്നത് ലാബ്രഡോർ. ഏത് ശീതജല പ്രവാഹമാണ്? ലാബ്രഡോർ, അല്ലേ? അവിടെയാണ് എന്തുള്ളത്? ഗ്രാൻഡ് ബാങ്ക് ഉള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. നോക്കൂ, ഉഷ്ണജല പ്രവാഹങ്ങൾ, ഗൾഫ് സ്ട്രീം, ഫ്ലോറിഡ പ്രവാഹം പറഞ്ഞില്ലായിരുന്നു, അല്ലേ? ഫ്ലോറിഡ പ്രവാഹം ഏതായിരുന്നു? ഫ്ലോറിഡ പ്രവാഹം നോക്കാം. ഇതുണ്ടോ, ഈ ഉത്തര മധ്യരേഖ പ്രവാഹത്തിന്റെ കുറച്ച് ഭാഗം, ഒരു ഭാഗം ഗൾഫ് സ്ട്രീം ആകുന്നതിന് മുമ്പ് ഇത് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന കടലിലൂടെ ഒന്ന് കറങ്ങി വരുന്നുണ്ട് തന്നെ ഇങ്ങനെ. ഗൾഫ് ഓഫ് മെക്സിക്കോ, അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോറിഡ പ്രവാഹം. കേട്ടോ, ഈ ഒരു ഭാഗത്തിന്റെ പേരാണ് ഫ്ലോറിഡ പ്രവാഹം. ഇങ്ങനെ കറങ്ങി കാനഡയ്ക്ക് അടുത്തേക്ക് എത്തുമ്പോഴാണ് അതെന്തായി മാറുന്നത്? ഗൾഫ് സ്ട്രീമായി മാറുന്നത്. കേട്ടോ, ഗൾഫ് സ്ട്രീമിലേക്കാണ് ലാബ്രഡോർ പ്രവാഹം വന്ന് കൂടിച്ചേരുന്നത്. കണ്ടില്ലേ? അപ്പൊ അതിനു മുമ്പ് അതിൻ്റെ ഇവിടെ ഉത്തര മധ്യരേഖ പ്രവാഹം ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന ഈ ഒരു കടല്, കടലിനകത്തോടെ ഒന്ന് കറങ്ങുന്നുണ്ട്. ആ സമയത്താണ് അതിന്റെ പേര് ഫ്ലോറിഡ പ്രവാഹം എന്നായി മാറുന്നത്. കേട്ടോ, ഫ്ലോറിഡ പ്രവാഹം. പിന്നെ ബ്രസീലിയൻ പ്രവാഹം നമ്മൾ പറഞ്ഞതാണ്. ഇതുകൂടാതെ ഉത്തര മധ്യരേഖ, ദക്ഷിണ മധ്യരേഖ, പിന്നെ ഏതാണ് വരുന്നത്? നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ്, നോർവീജിയൻ പ്രവാഹം, സൗത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ്. അതും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്, ഉഷ്ണജലത്തിൻ്റെ കൂടെ വരുന്നുണ്ട്. ശീതജലം ഏതൊക്കെയാണ്? കാനറി പ്രവാഹം, ലാബ്രഡോർ പ്രവാഹം, ഫാക്ലാൻഡ് പ്രവാഹം, ബെൻഗ്വേല പ്രവാഹം, പശ്ചിമവാത പ്രവാഹം. ഇത് പസഫിക്കിലും ഉണ്ടായിരുന്നല്ലോ. പശ്ചിമവാത പ്രവാഹം എല്ലാ സമുദ്രങ്ങളിലും എന്താണ്? ശീതജല പ്രവാഹമാണ്.
കേട്ടോ. പശ്ചിമവാത പ്രവാഹം എല്ലാ സമുദ്രങ്ങളിലും എന്താണ്? ശീതജല പ്രവാഹമാണ്. ഏതാണ് പശ്ചിമവാത പ്രവാഹത്തിൻ്റെ കടന്നു പോകുന്നത്? കണ്ട് ഇങ്ങനെ ഉണ്ടോ? നമ്മുടെ അന്റാർട്ടിക് ഭൂഖണ്ഡത്തെ ചുറ്റുന്ന അല്ലെങ്കിൽ ദക്ഷിണ സമുദ്രത്തെ ചുറ്റി ഇങ്ങനെ കറങ്ങി പോകുന്ന ഒരു സമുദ്രജല പ്രവാഹമാണ് പശ്ചിമവാത പ്രവാഹം എന്നറിയപ്പെടുന്നത് കേട്ടോ. പശ്ചിമവാത പ്രവാഹം എന്നറിയപ്പെടുന്നത്. ക്ലിയർ? എല്ലാം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫാക്ലാൻഡ് പ്രവാഹം ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും കേട്ടോ. ഫാക്ലാൻഡ് പ്രവാഹം ഈ ഭാഗത്തായിട്ടാണ് ഫാക്ലാൻഡ് പ്രവാഹം കേട്ടോ. അതൊരു ശീതജല പ്രവാഹമാണ്. ഫാക്ലാൻഡ് പ്രവാഹം ഒരു ശീതജല പ്രവാഹമാണ്. ക്ലിയർ? ഇനി അവസാനത്തെ ഇന്ത്യൻ മഹാസമുദ്രം. ഇതുകൂടെ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രവാഹം കംപ്ലീറ്റ് ആവും. ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് വരുന്നത്? കോഡ് ഇതാണ്. മുസാമ്പി തിന്നാൻ പടിഞ്ഞാറ് ഓസ്ട്രേലിയ വരെ പോകേണ്ടതില്ല, ഇന്ത്യയിൽ അഖിൽ ചേട്ടൻ്റെ കടയിലുണ്ട്. ഇതാണ് നമ്മുടെ കോഡ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് കോഡുകൾ എക്സ്പാൻഡ് ചെയ്യാം. ഇന്ത്യൻ മഹാസമുദ്രം. മുസാമ്പി എന്നുള്ളത് മൊസാംബിക് പ്രവാഹം എന്നോർക്കുക. മൊസാംബിക് പ്രവാഹം. പടിഞ്ഞാറ് ഓസ്ട്രേലിയ എന്നുള്ളത് വെസ്റ്റ് ഓസ്ട്രേലിയൻ പ്രവാഹം എന്നോർക്കുക. ഈസ്റ്റ് ഓസ്ട്രേലിയൻ ഉണ്ടായിരുന്നു, നമ്മൾ പസഫിക്കിൽ പഠിച്ചു. ഇത് വെസ്റ്റ് ഓസ്ട്രേലിയൻ പ്രവാഹം. അവസാനമായിട്ട് അഖിൽ ചേട്ടൻ, അഖിൽ എന്ന് ഓർത്താൽ മതി. അഗുൽഹാസ്. വളരെ കുറച്ച് പ്രവാഹങ്ങളെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ നോക്കിക്കേ, നമുക്ക് ഉത്തരാർദ്ധഗോളത്തിൽ പ്രവാഹങ്ങളില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ നമുക്ക് പ്രവാഹങ്ങൾ പഠിക്കാനില്ല. കാരണം ഇന്ത്യൻ മഹാസമുദ്രം വളരെ കുറവാണ് ഉത്തരാർദ്ധഗോളത്തിൽ. നോക്കിക്കേ നിങ്ങൾ, വളരെ കുറച്ചേ ഉള്ളൂ. ദക്ഷിണാർദ്ധഗോളത്തിലാണ് ഇന്ത്യൻ മഹാസമുദ്രം കൂടുതലായിട്ടുള്ളത്. മാത്രമല്ല ഉത്തരാർദ്ധഗോളത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് ആർട്ടിക്കിലേക്കൊന്നും കണക്ഷൻ ഇല്ല. ഇവിടെ റെഡ് സീ കണ്ടോ? ഈ കണ്ടോ നിങ്ങളിത്? ചെങ്കടൽ കൊണ്ട് ഇവിടെ അവസാനിക്കുവാണ് ഇന്ത്യൻ മഹാസമുദ്രം. ക്ലിയർ? ചെങ്കടൽ ആഫ്രിക്കയ്ക്കും അറേബ്യയ്ക്കും ഇടയിലാണെന്നുള്ള കാര്യം ഓർക്കുക. ചെങ്കടലിനെ ഇതിന് തൊട്ട് മുകളിലുള്ള മെഡിറ്ററേനിയനുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് മനുഷ്യനിർമ്മിതമായിട്ട് ഇവിടെ ഒരു കനാൽ നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് സൂയസ് കനാൽ. ഓർത്തോണതൊക്കെ, സൂയസ് കനാൽ അല്ലേ? ചെങ്കടലിനെ മെഡിറ്ററേനിയനുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി ഈജിപ്തിൽ മനുഷ്യനിർമ്മിതമായി നിർമ്മിച്ച അല്ലെങ്കിൽ മനുഷ്യൻ നിർമ്മിച്ച ഒരു കനാലാണ് സൂയസ് കനാൽ. ഇന്ത്യൻ മഹാസമുദ്രത്തെ മെഡിറ്ററേനിയനിലേക്ക് അങ്ങനെയാണ് നമ്മൾ ബന്ധിപ്പിക്കുന്നത്. ആകെ ഉത്തരാർദ്ധഗോളത്തിലുള്ള പ്രവാഹം എന്ന് പറയാനുള്ളത് ഇവിടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം എന്നറിയപ്പെടുന്ന ഒരു പ്രവാഹം മാത്രമേ ഉള്ളൂ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഉത്തര മധ്യരേഖ പ്രവാഹമൊക്കെ ഉണ്ട്. അതല്ലാതെ കാര്യമായിട്ട് പഠിക്കാനുള്ളത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം മാത്രമേ ഉള്ളൂ ഉത്തരാർദ്ധഗോളത്തിൽ. ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ പ്രവാഹങ്ങളുള്ളത്. ദക്ഷിണ മധ്യരേഖ പ്രവാഹമുണ്ട്. പിന്നെ വരുന്നത് അഗുൽഹാസ്. നോക്കിയേ, അഗുൽഹാസ്, മൊസാംബിക്. രണ്ട് പ്രവാഹങ്ങളുണ്ട് ഇവിടെ. ഒന്നിങ്ങനെ അഗുൽഹാസ്, രണ്ട് മൊസാംബിക് കണ്ടോ? അഗുൽഹാസ് മൊസാംബിക്. രണ്ട് പ്രവാഹങ്ങൾ വരുന്നുണ്ട്. രണ്ട് പ്രവാഹങ്ങൾ മഡഗാസ്കർ എന്ന ദ്വീപിന്റെ രണ്ട് വശത്തൂടെയും കടന്നു പോകുന്നുണ്ട് കേട്ടോ. മൊസാംബിക്, അഗുൽഹാസ്. പിന്നെ ഇവിടെ താഴെ ദക്ഷിണ മധ്യരേഖ പ്രവാഹം വരുന്നുണ്ട്. ദക്ഷിണ മധ്യരേഖ പ്രവാഹം, ദക്ഷിണ ഇന്ത്യൻ പ്രവാഹം എന്നൊരു പ്രവാഹമുണ്ട്. ദക്ഷിണ ഇന്ത്യൻ പ്രവാഹം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ശീതജല പ്രവാഹമായിട്ടാണ് വരുന്നത്. ആ ശീതജല പ്രവാഹമാണ് പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം കേട്ടോ. ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട മരുഭൂമികളൊക്കെ ഉണ്ടാവാനുള്ള കാരണം, വിക്ടോറിയ പോലെയുള്ള ഡെസേർട്ടുകളൊക്കെ ഉണ്ടാവാൻ കാരണം ഈ പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം എന്ന ശീതജല പ്രവാഹമാണ്. ഓക്കെ, പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം ശീതജലമാണെങ്കിൽ കിഴക്കൻ ഓസ്ട്രേലിയൻ പ്രവാഹം എന്തായിരുന്നു? ഉഷ്ണജലമായിരുന്നു കേട്ടോ. ഇത് ശീതജലം, മറ്റേത് ഉഷ്ണജലം. അപ്പോൾ നമുക്ക് ആകെ ഇത്രയേ പഠിക്കാനുള്ളൂ. ഇതോടുകൂടി നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ആയി. നോക്കിക്കേ, പ്രവാഹങ്ങൾ എല്ലാം നമ്മൾ പഠിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മൾ പഠിച്ച ആകെ ഒരു ശീതജല പ്രവാഹം വെസ്റ്റ് ഓസ്ട്രേലിയൻ പ്രവാഹമാണ്. ബാക്കിയെല്ലാം ഉഷ്ണജലമാണ്. സൗത്ത് ഇക്വറ്റോറിയൽ അല്ലേ? ദക്ഷിണ മധ്യരേഖ, അഗുൽഹാസ്, മൊസാംബിക്, മറന്നു പോരുന്നത് മൊസാംബിക്കിനെ വിട്ടുപോരുന്നത് മൊസാംബിക്ക്, പിന്നെ സൗത്ത് ഇന്ത്യൻ കേട്ടോ, ദക്ഷിണ ഇന്ത്യൻ പ്രവാഹം. ഇതെല്ലാം ഉഷ്ണജലമായിരുന്നു. അപ്പോൾ അത് ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ കൃത്യമായിട്ട് രണ്ട് പ്രധാനപ്പെട്ട ശീതജല പ്രവാഹങ്ങൾ വെസ്റ്റ് ഓസ്ട്രേലിയയിലും പശ്ചിമവാത, അത് എല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? ഒരിടത്ത് മാത്രമല്ല, എല്ലാ സമുദ്രങ്ങളിലും പശ്ചിമവാത പ്രവാഹം എന്താണ്? നമ്മുടെ ശീതജല പ്രവാഹമാണ്. ഇനി ശീതജല പ്രവാഹങ്ങൾ മാത്രം ഓർക്കാനായിട്ടൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, ഇതിൽ നിന്ന് ശീതജല പ്രവാഹങ്ങൾ നമുക്ക് കിട്ടും. കാലിപ്പേഴ്സിൽ 10 കാശില്ല. കാലി എന്നുള്ളത് കാലിഫോർണിയൻ പ്രവാഹം. കാലി എന്നുള്ളത് എന്താണ്? കാലിഫോർണിയൻ പ്രവാഹം. ശീതജല പ്രവാഹങ്ങൾ ഓർക്കാൻ മാത്രം ഒരു കോഡാണ്. കാലി എന്നുള്ളത് കാലിഫോർണിയൻ പ്രവാഹം. ഓക്കെ, കാലിഫോർണിയൻ പ്രവാഹം. കാലിപ്പേഴ്സിൽ 10 കാശില്ല, പക്ഷേ കടയിൽ കയറിയാൽ ലാഭം നോക്കി ഒന്നാന്തരം ബനിയൻ തന്നെ പെറുക്കിയെടുക്കും. ഇതാണ് കോഡ്. അപ്പോൾ കാലിപ്പേഴ്സിൽ 10 കാശില്ല. ഇതിനകത്തക്ക വീണ്ടും കാശില്ലക്കത്തക്ക കാനറി പ്രവാഹം. കാലിഫോർണിയ ആയി, കാനറി ആയി. ക്ലിയർ അല്ലേ? ഇനി പക്ഷേ കടയിൽ കയറിയാൽ ലാഭം നോക്കി, ലാഭം എന്നുള്ളത് ലാബ്രഡോർ പ്രവാഹം. ഇതും ശീതജല പ്രവാഹമല്ലേ? ലാബ്രഡോർ പ്രവാഹം. ലാഭം നോക്കി ഒന്നാം തരം ബെനിയൻ. ബെനിയൻ എന്നുള്ളത് ബെൻഗുവേല കേട്ടോ. ലാഭം നോക്കി ഒന്നാം തരം ബെനിയൻ തന്നെ പെറുക്കിയെടുക്കും.
പെറു പ്രവാഹം. പെറുക്കി എടുക്കുന്നതിനകത്ത് ഇത് പെറു പ്രവാഹം. ക്ലിയർ. കാലിഫോർണിയൻ പ്രവാഹം, കാനറി പ്രവാഹം, ലാബ്രഡോർ പ്രവാഹം, പിന്നെ ഏതാണ് വെൻഗുവേല പ്രവാഹം, പെറു പ്രവാഹം. ക്ലിയർ ആണോ? ഇതിനകത്ത് ഒന്നാം തരത്തിനകത്ത് ഓ എടുക്കാം. ഒയാഷിയോ, ഒയാഷിയോ, ഒയാഷിയോ. കണ്ടോ? കാലിപ്പേഴ്സിൽ 10 കാശില്ല, പക്ഷെ കടയിൽ കയറിയാൽ ലാഭം നോക്കി ഒന്നാം തരം ബെനിയൻ തന്നെ, ബെൻഗുവേല, ബെനിയൻ എന്നുള്ളത് ബെൻഗുവേല. കണ്ടോ? തന്നെ പെറുക്കിയെടുക്കും. ഇതാണ് നമ്മുടെ കോഡ്. ഇതിനകത്തെ ഒന്നാം തരം എന്നുള്ളതിനകത്തെ ഓ എടുക്കാം നമുക്ക് വേണമെങ്കിൽ. ഇത് ഒയാഷിയോ പറഞ്ഞു. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ എടുക്കാം അല്ലേ? ഓസ്ട്രേലിയൻ എടുക്കാം. കാരണം 2 ഓസ്ട്രേലിയൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഓസ്ട്രേലിയൻ ഏതാ? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വെസ്റ്റ് ഓസ്ട്രേലിയൻ ശീതലമാണ് അല്ലേ? വെസ്റ്റ് ഓസ്ട്രേലിയൻ ശീതലമാണ്. അപ്പോൾ വെസ്റ്റ് ഓസ്ട്രേലിയൻ കൂടെ നോക്കി, ഓയ്ക്കകത്ത് 2 ഉണ്ടെന്ന് ഓർത്തോണം. ഒയാഷിയോ അതുപോലെ തന്നെ വെസ്റ്റ് ഓസ്ട്രേലിയൻ, ഇത് രണ്ടും എന്താണ്? ശീതലമാണ്. അപ്പോൾ കാലിഫോർണിയ ശീതലമാണ്, കാനറി പ്രവാഹം ശീതലമാണ്, ലാബ്രഡോർ പ്രവാഹം ശീതലമാണ്, ബെൻഗുവേല പ്രവാഹം ശീതലമാണ്, പെറു പ്രവാഹം ശീതലമാണ്, ഒയാഷിയോ പ്രവാഹം ശീതലമാണ്, ഓസ്ട്രേലിയൻ പ്രവാഹം ശീതലമാണ്. ഏത് സമുദ്രത്തിലാണെന്ന് ഓർത്താൽ മതി. കാലിഫോർണിയ പസഫിക്കാണ്, കാലിഫോർണിയ പസഫിക്കാണ്. കാനറി പ്രവാഹം അറ്റ്ലാന്റിക് ആണ്. ലാബ്രഡോർ പ്രവാഹം ഗൾഫ് സ്ട്രീമിലേക്കല്ലേ കൂടിച്ചേരുന്നത്, അറ്റ്ലാന്റിക് ആണ്. ബെൻഗുവേല പ്രവാഹം, ബെൻഗുവേല അറ്റ്ലാന്റിക് ആണ്, ബെൻഗുവേല പ്രവാഹം അറ്റ്ലാന്റിക് ആണ്. പെറു പ്രവാഹം പസഫിക്കാണ്, പസഫിക്കാണ്. പിന്നെ ഒയാഷിയോ പ്രവാഹം, ഒയാഷിയോ പ്രവാഹം, ഒയാഷിയോ എവിടെയാണ്? കുറോഷ്യയിലേക്ക് കൂടിച്ചേരുന്നല്ലേ ഒയാഷിയോ? എവിടെയാ? യെസ്, നമ്മുടെ പസഫിക്കിലാണ്. ഒയാഷിയോ പ്രവാഹം പസഫിക്കിലാണ്. വെസ്റ്റ് ഓസ്ട്രേലിയൻ നമ്മൾ എവിടെ പഠിച്ചത്? വെസ്റ്റ് ഓസ്ട്രേലിയൻ ഇന്ത്യൻ ഓഷ്യനിലാണ്. വെസ്റ്റ് ഓസ്ട്രേലിയൻ പഠിച്ച എവിടെയാണ്? ഇന്ത്യൻ ഓഷ്യനിലാണ്. വെസ്റ്റ് ഓസ്ട്രേലിയൻ പഠിച്ച എവിടെയാണ്? ഇന്ത്യൻ ഓഷ്യനിലാണ്. അപ്പം ക്ലിയർ ആയില്ലേ? എല്ലാ പ്രവാഹങ്ങളും ഏത് സമുദ്രത്തിലാണ് എന്ന് കൂടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നും ഇതിനകത്ത് കൃത്യമായിട്ട് പറയാനില്ലെന്ന് കരുതുവാണ്. താങ്ക് യു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. സമുദ്രത്തിലെ പ്രവാഹങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം വരാൻ ഏറെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയെങ്കിലും ഇത് അവസാനം ഒന്ന് ഓർത്ത് വെച്ച് പഠിച്ച് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാ ആശംസകളും, എല്ലാവർക്കും നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല രീതിയിൽ എക്സാം എഴുതുക, നല്ല റാങ്കിലേക്ക് എത്തുക, നല്ല ജോലി വാങ്ങുക. എല്ലാ പ്രാർത്ഥനകളും കൂടെ ഉണ്ടാവും. താങ്ക് യു.